പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാനിന് കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ച രാഷ്ട്രപതി ദ്രൗപദി മുർമു. അടുത്ത ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കാണ് കൂടിക്കാഴ്ച. എ.പി എംപിമാർ കൂട്ടത്തോടെ ബി.ജെ.പിയിൽ ചേർന്നതിനു പിന്നാലെയാണ് എം.എൽ.എമാർക്കൊപ്പം കൂടിക്കാഴ്ചയ്ക്ക് പഞ്ചാബ് മുഖ്യമന്ത്രി സമയം തേടിയത്. പി ആർ അരവിന്ദ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. അരവിന്ദ്, അപ്പോൾ ആപ്പിനേറ്റ കനത്ത തിരിച്ചടി, അതിന് ശേഷമാണ് ഇപ്പോൾ രാഷ്ട്രപതിക്ക് സമയം ചോദിച്ചിരുന്നു. ഇപ്പോഴിതാ രാഷ്ട്രപതി സമയം അനുവദിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉന്മേഷ് രശ്മ, എംപിമാർ കൂട്ടമായി ബി.ജെ.പിയിലേക്ക് പോയതിന് പിന്നാലെയാണ് രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ചയ്ക്ക് പഞ്ചാബ് മുഖ്യമന്ത്രി സമയം തേടിയിരുന്നത്. എന്തായാലും ഈ സമയം ഇപ്പോൾ രാഷ്ട്രപതി അനുവദിച്ചിരിക്കുകയാണ്. മെയ് 5-ന് 12 മണിക്ക് കൂടിക്കാഴ്ച നടത്തും എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പഞ്ചാബ് മുഖ്യമന്ത്രി തന്നെയാണ് തനിക്ക് സമയം ലഭിച്ചതായി വ്യക്തമാക്കിയിരിക്കുന്നത്. എംപിമാരെ ഇത്തരത്തിൽ അയോഗ്യരാക്കണമെന്ന് രാഷ്ട്രപതിയോട് നേരിട്ട് ആവശ്യപ്പെടാനാണ് പഞ്ചാബ് മുഖ്യമന്ത്രി തീരുമാനിച്ചിരിക്കുന്നത്. എം.എൽ.എമാരോടൊപ്പം രാഷ്ട്രപതിയെ കാണുമെന്നതാണ് പഞ്ചാബ് മുഖ്യമന്ത്രി നേരത്തെ അറിയിച്ചിരുന്നത്. അതേസമയം മുഖ്യമന്ത്രിക്ക് ഒറ്റയ്ക്കാണോ അല്ലെങ്കിൽ എം.എൽ.എമാരുമായി ഒപ്പമാണോ രാഷ്ട്രപതിയെ കാണാൻ അനുമതി ലഭിച്ചെന്ന കാര്യം ഭഗവത് മാൻ വ്യക്തമാക്കിയിട്ടില്ല. മെയ് 5-ന് 12 മണിക്കായിരിക്കും കൂടിക്കാഴ്ച നടത്തുക. നിലവിൽ രാജ്യസഭാ അധ്യക്ഷൻ ഈ എംപിമാരെ അയോഗ്യരാക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നാലെയാണ് ശക്തമായ നീക്കം ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തുണ്ടാകുകയും നേരിട്ട് തന്നെ രാഷ്ട്രപതിയോട് ഈ 7 രാജ്യസഭാ എംപിമാരെയും അയോഗ്യരാക്കണമെന്ന് ആവശ്യപ്പെടാൻ തീരുമാനിക്കുകയും ചെയ്തു. എന്തായാലും മെയ് 5-ന് 12 മണിക്ക് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ എംപിമാരുടെ നിലപാടുകൾ കൃത്യമായി ഭഗവത് മാൻ വ്യക്തമാക്കും. അതോടൊപ്പം തന്നെ ഈ എംപിമാരെ അയോഗ്യരാക്കണമെന്ന ആവശ്യമായിരിക്കും ആം ആദ്മി പാർട്ടി മുന്നോട്ട് വയ്ക്കുക. നിലവിൽ എംപിമാർ ബി.ജെ.പിയിൽ ലയിച്ചു, അതിന് അംഗീകാരം രാജ്യസഭാ അധ്യക്ഷൻ നൽകി കഴിഞ്ഞു. ഇവരെ അയോഗ്യരാക്കാൻ പറ്റില്ല എന്നതാണ് നിലവിൽ രാജ്യസഭാ അധ്യക്ഷനായ CP രാധാകൃഷ്ണൻ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. സുപ്രീം കോടതി അടക്കം ഈ വിഷയത്തിൽ ആം ആദ്മി പാർട്ടി സമീപിക്കാൻ പോവുകയാണ്. അതിനു മുൻപായാണ് രാഷ്ട്രപതിയെ കണ്ടുകൂടി ഇതിലൊരു ആവശ്യം ഉന്നയിക്കാൻ ആം ആദ്മി പാർട്ടി. ശരി, പി ആർ അരവിന്ദാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.